എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ആവിപ്പലഹാരമാണ്. ഈ ഒരു പലഹാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടും. ഈ ഒരു പലഹാരം ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കാഴ്ചയിൽ ഒരു കേക്ക് പോലെയാണെങ്കിലും കഴിക്കാനായിട്ട് അതിനേക്കാളും ടേസ്റ്റ് ആണ്. അധികം ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ ആർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ആവിപ്പലഹാരം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ആവിപ്പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂട് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലിലേക്ക് ഒരു 4 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഈ ഒരു പാലിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ലോണം ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന തരിതരിപ്പുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്താണ് ആയി കിട്ടുക. നമുക്ക് ഈ പാലൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലും ഈസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് പൊങ്ങി വരാനായിട്ട് 15 മിനിറ്റ് ടൈം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇൻസ്റ്റന്റ് ഈസ്റ്റ് അല്ലെങ്കിൽ ഇതൊരു 1 മണിക്കൂറൊക്കെ താമസം വരും കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ചേരുവകൾ കൂടെ ചേർക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 3 കോഴിമുട്ടയാണ്. 3 കോഴിമുട്ട പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അളവില് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഓരോ കപ്പ് ഗോതമ്പ് പൊടിയും ഈ ഒരു ബാറ്ററിലേക്ക് ചേർക്കാം. അങ്ങനെ 3 കപ്പ് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മൈദയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് കട്ടയില്ലാതെ തന്നെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കി വേണം നമുക്ക് യോജിപ്പിക്കാനായിട്ട്. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നമ്മൾ 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഈ പാല് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിവിടെ 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ വരുവാണെങ്കിൽ വെള്ളം കൂടി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ 1/4 കപ്പ് വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവുമാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നല്ലോണം ഒന്ന് കട്ടകളെല്ലാം ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, റിബൺ പോലെ മുറിഞ്ഞ് വീഴുന്നതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. ഈ ഒരു അയവിലേക്ക് മാവ് മിക്സ് ചെയ്തെടുക്കണം. മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് നേരത്തേക്ക് മൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ബബിൾസോട് കൂടി തന്നെയാണ് മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മാവെല്ലാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവിയിലേക്ക് വെച്ചും വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ മേലെയായിട്ട് ഈ ഒരു ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആവിയിലേക്ക് വേവിക്കാനായിട്ട് വെച്ച് 1 മിനിറ്റ് ഒന്നും മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂടിയൊന്ന് തുറക്കാം. മൂടി തുറന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഗാർണിഷിനായിട്ട് മുന്തിരി വെച്ച് കൊടുക്കാം. അങ്ങനെ മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം വേവിക്കാൻ വെച്ചിട്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പലഹാരം വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പലഹാരം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്നും താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനു മുമ്പായിട്ട് തന്നെ ഇതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കുത്തി നോക്കാം. നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇറുക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല.
ഇനി നമുക്ക് പാത്രം താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം നല്ല പോലെ തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്ക് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും അടർത്തി മാറ്റാം. പാത്രത്തിന്റെ അരികിൽ നിന്നെല്ലാം നന്നായിട്ട് തന്നെ വിട്ടു നിൽക്കുന്നൊരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഒന്നുകൂടെ ചൂടാറി വരുമ്പോഴേക്കും നല്ലോണം തന്നെ നമുക്കിതൊന്ന് അടർത്തിയെടുക്കാനും സാധിക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ, അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആവി പലഹാരത്തിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ദാ ഇപ്പോൾ പാത്രത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു ആവി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പലഹാരത്തിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. കാഴ്ചയിൽ നല്ല കേക്ക് പോലെയാണ് ഇരിക്കുന്നത്. അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.